ഭാസ്കര, ഒന്നാലോചിക്കുമ്പോ നീ ഞാനും ഒക്കെ വെറും കഴുതകളാടാ. പെട്ടി തപ്പി പേര് നാറി, പെണ്ണുണ്ടോന്ന് തിരക്കി തല്ലും കൊണ്ട് വെള്ളവും കുടിച്ചു. ആ നിലയ്ക്ക് നമുക്ക് അന്വേഷണം ഇവിടെ കൊണ്ടങ്ങ് നിർത്താം. എക്സ്ക്യൂസ് മീ, അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കാൻ വരട്ടെ. ടീച്ചറെ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ടെറസിലായാലും വിരിച്ചോട്ടെ? അതിന് ഇത്ര അനുവാദം ചോദിക്കണോ? കൊണ്ടിട്ടോളൂ. ഞായറാഴ്ചയായിട്ട് ഈ മാഷ് ഇത് എവിടെ പോയി കിടക്കണോ? ഇതും കൂടെ അങ്ങോട്ട് അടിക്കാം. അടിക്കാൻ നീ പറയും, അടികൊള്ളുന്നവൻ ഞാനാ. കള്ളടിച്ചാൽ കഞ്ഞി പുറത്ത് എന്ന് കുഞ്ഞമ്മ മൊഴി. ഇത് കള്ളല്ലല്ലോ, റമ്മല്ലേ, ഷാപ്പല്ലല്ലോ, ഓപ്പൺ എയർ അല്ലേ. അപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇല്ല, കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞത്. ബോംബ് ദിനപത്രം. വീട്ടമ്മ ഒളിച്ചോടി. പത്തനാപുരം 10. നീണ്ട നാളുകളായി ഭർത്താവിനെ കബളിപ്പിച്ച് കാമുകനുമൊത്ത് അവിഹിത ബന്ധത്തിൽ കഴിഞ്ഞു വന്ന 45-കാരിയായ ദേവകി എന്ന വീട്ടമ്മ തൊണ്ടിയോടെ പിടിച്ച ഭർത്താവിനെ അടിച്ചു വീഴ്ത്തിയിട്ട് 28-കാരനായ കുമാരൻ എന്ന കാമുകനോടൊപ്പം ഒളിച്ചോടി. ഏറെ നാളുകളായി ഭാര്യയിൽ സംശയം തോന്നിയിരുന്ന ഭർത്താവ് വാസുദേവൻ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ച ശേഷം അടുക്കള വശത്തെ വാതിലിനടുത്തെത്തി കാത്തുനിന്നു. അടുക്കള വാതിൽ തുറന്ന് പുറത്ത് ചാടിയ കമിതാവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ചിരവത്തടി കൊണ്ട് ഭാര്യ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഈ വാർത്ത പാഷനുള്ള ഒരു മുന്നറിയിപ്പാണ്. നാളെ വാസുദേവൻ എന്ന സ്ഥാനത്ത് ഗോവിന്ദൻ എന്നാകാം, ദേവകി എന്ന സ്ഥാനത്ത് ഗോമതി എന്നാകാം, കുമാരൻ എന്ന സ്ഥാനത്ത് സേതുമാധവൻ നായരെന്നുമാകാം. ആരാ? സേതു, സേതു, സേതു കോളിംഗ് ബെൽ അടിച്ചോ താഴെ? ഇല്ല. ഇല്ലേ? പിന്നെ ആരാണാവോ ബെല്ലടിച്ചത്? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ എങ്ങനെ ടീച്ചറെ? എന്താന്ന് അറിയില്ല സേതു, ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ടീച്ചർക്ക് ഒരു പേടിയും വേണ്ട. ഗോവിന്ദമാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ വളവളാന്നൊരു മനുഷ്യൻ നാക്കെടുത്ത അബദ്ധം പറയൂ. പിന്നെ ഞാൻ എല്ലാം അങ്ങ് സഹിക്കാം. എന്താ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു, ചോദിച്ചതും പറഞ്ഞതും ഒക്കെ കേട്ടു. വളവളാന്നൊരു മനുഷ്യനാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തരാം. ഒന്നും പറയണില്ല, എനിക്കൊന്നും പറയാനുമില്ല. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷിത് എങ്ങോട്ടായി പോണേ? എനിക്കുണ്ടൊരു വീട്, വലിയമംഗലത്തുകാരെക്കാൾ ഒട്ടും മോശമില്ല മനക്കെത്ര മേനോന്മാര്. ഞാനത് ബോധ്യപ്പെടുത്തി തരാം. ഞാൻ എന്ത് ചെയ്തെന്നാ? വേണ്ട, ഹരിതാമകീർത്തനം ചൊല്ലുന്ന നാവുകൊണ്ട് അശ്ലീലം പറയിക്കണ്ട. ഒന്ന് നിക്കാൻ, ഒന്ന് നിന്നേ. ഇതെന്ത് പ്രാന്തായി കാണിക്കണേ? എനിക്ക് ഇപ്പൊ ഇത്തിരി ഭ്രാന്താ, അതിന്റെ ചികിത്സക്കായിട്ട് പോന്നു വെച്ചോളൂ. എന്താ മാഷേ? നിനക്കൊന്നും അറിയില്ലല്ലേ? ഞാൻ അറിയിക്കും.
എന്റെ തറവാട്ടിലെ പരദൈവങ്ങൾക്കും ഉപാസനാമൂർത്തികൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. വാഷാളാൻ. എന്താ ടീച്ചർ? എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും വല്ല തിരക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ചെന്ന് വിളിക്കട്ടെ? വേണ്ട, അത്ര വാശി പാടില്ലല്ലോ. മനക്കിത്ര മേനോമാർക്ക് മാത്രമല്ല, വലിയ വീട്ടിലെ കുഞ്ഞമ്മമാർക്കും വാശി ഇത്തിരി കൂടുതൽ തന്നെയാ. മനക്കത്തറയിലെ ഒരു അംഗം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ചില നിമിത്തങ്ങൾ നമുക്ക് സൂചന നൽകിയിരുന്നു. ശത്രു ചില്ലറക്കാരനല്ല. 4-ാം വേദത്തിന്റെ പിൻബലത്തിലാണ് അവൻ കളിക്കുന്നത്. അച്ഛനെ, കുടുംബം തീരെഴുതിയിട്ടാണെങ്കിലും അവനെ പുറത്താക്കിയേ പറ്റൂ. മേൻ വിഷമിക്കണ്ട, മാർഗം ഉണ്ടാക്കാം. മനക്കത്തറ കുടുംബക്കാരെ തൊട്ട് കളിച്ചാൽ ചീരമുട്ടി ആശാന്മാർക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? ആയുസിന് ആപത്ത് വരുത്തണ്ട, ആട്ടിപ്പായിച്ചാ മതി. കൈവശം ശരിക്കും ഏറ്റിട്ടുണ്ട്. ശത്രു മിത്രമല്ല. മനസ്സ് ചഞ്ചലമാകരുത് മേന്നെ. ഓഹോ, വിധിപ്രകാരം കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. ആരത്? ആളുണ്ടില്ലേ? ഞമ്മളാണ് പാത്തുമ്മ. ആ, അതാ വരുന്നു. ഇതാരാ? എന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി കുട്ടിയാ? ഉം. എന്താ ഈ കേക്കണ്? ഇത് സാവിത്രി കുട്ടിയല്ലേ? തീവണ്ടി ആഫീസർ നാരായണൻ നമ്പൂരിച്ചിന്റെ പെങ്ങള് സാവിത്രി കുട്ടി. അല്ലുമ്മ, ഇത് എന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയെ. നമ്മടെ കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല. ഇത് മരിച്ചുപോയ സാവിത്രി കുട്ടി തന്നെ. മരിച്ചുപോയതോ? പിന്നല്ലാണ്ട്. മരിച്ചിട്ട് അധിക ദിവസം ആയിട്ടില്ല. ഉമ്മക്ക് തെറ്റുപറ്റിയതാ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന? നമ്മക്ക് അങ്ങനെ തെറ്റാറില്ല. റെയിലിപ്പാളത്തുമ്മല് തീവണ്ടി കയറി ചതഞ്ഞരഞ്ഞ് കിടക്കണത് ഞമ്മള് ദേ ഈ കണ്ണോണ്ട് കണ്ടതാണ്. ഏയ്, ഇത് എന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി തന്നെയാ. ഇത് എന്തു പുതുമയായി കേക്കണ്? ചെയ്തുമോയമേന്റെ കെട്ടിയോള് ലക്ഷ്മി കുട്ടിയാ. എന്റെ പേര് സെയ്തു എന്നല്ല, സേതു മാധവൻ നായർ. അപ്പൊ മതം മാറ്റിയാ? മാറ്റും, ഞമ്മക്കറിയാ. കാപ്രിയങ്ങളെ പണി പറ്റിച്ചു കളഞ്ഞല്ലോ റബ്ബേ. എടോ, മരിച്ചുപോയ കക്ഷിയാണെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. മാഷക്കത് പറയാം. മരിച്ചിട്ട് അധികം ദിവസമായിട്ടില്ലെന്നാ തള്ള പറഞ്ഞത്. അതും അപകട മരണം. എന്താ, തനിക്ക് പേടിയുണ്ടോ? അതല്ല, മനസ്സിന് വല്ലാത്തൊരു... തൊട്ടി കൂടുതലൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അക്കരെ കിടന്നാൽ നല്ല അസലും നാടൻ വാറ്റ് കിട്ടും. താൻ പോയി ഒരെണ്ണം പിടിപ്പിച്ചോണ്ട് സുഖമായിട്ട് വീട്ടിൽ പോയേ. അവസാനത്തെ ബോട്ടും പോയി. പോണ്ടേ? മാഷ് പോയിക്കോ. തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? സ്നേഹോ എന്നോടോ? അത് കള. മുലപ്പാല് പോലും തരാതെ പിച്ച വെക്കണതിന് മുമ്പ് എന്നെ ഇട്ടേച്ചു പോയ എന്റെ അമ്മേക്കാ സ്നേഹോ സാറിന്. അഭിമാനത്തിന്റെ പേരിൽ തൂങ്ങിച്ചെത്ത് എന്നെ ആരോരുമില്ലാത്തൊരു തെണ്ടിയാക്കി എന്റെ അപ്പനേക്കാ സ്നേഹവും മാഷക്ക്. മാത്തൂട്ടിയല്ല, മാത്യു വർഗീസ്. പെരുമ്പളയത്ത് വലിയ വീട്ടിൽ കാഷ്യൂ എക്സ്പോർട്ടർ വർഗീസ് മുതലാളിയുടെ മകൻ മാത്യു വർഗീസ്. അനാഥാലയത്തിലെ ഡോർമെട്രിയില് മരത്തൊട്ടിലിൽ കിടന്ന് കൈകാലിട്ടടിച്ചപ്പോ വേദന തോന്നില്ല. പിറന്നാളുകൾ അറിയാതെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും മനസ്സിന് നൊമ്പരമില്ലായിരുന്നു. അച്ഛന്റെ ലാളനയും അമ്മയുടെ വാത്സല്യവും എനിക്ക് ആവോളം കിട്ടി. ഫാദർ ഫെലിക്സിന്ന്. ഒടുവിൽ ഗർഭപാത്രത്തിന്റെ വാടകയും ചോദിച്ചുകൊണ്ട് അമ്മ വന്നപ്പോ ഞാനൊന്ന് ആദ്യമായി തോറ്റു. ഈ കത്തെഴുതുന്നത് നിന്റെ അമ്മയാണ്. അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടി വന്നു എനിക്ക്. ഇന്നും അതിൽ തെറ്റ് കാണുന്നവരുണ്ടാകാം, ഫാദർ ഫെലിക്സിനെ പോലെ. ഞാനൊരു ഹിന്ദു ആണെങ്കിലും നീയും നിന്റെ അച്ഛനും വിശ്വസിക്കുന്ന പ്രമാണത്തിൽ കുമ്പസാരിച്ചാൽ തീരാത്ത കുറ്റങ്ങളില്ലെന്നാണല്ലോ. സമ്പത്തും സ്ഥാനവും നിന്നെ കാത്തിരിക്കുന്നു. എന്താ
ഒരു കത്താണ്. അത് മനസ്സിലായി. ആരുടെ കത്ത്? അച്ഛനൊന്ന് വായിച്ചു നോക്കണം. നീ വായിച്ചല്ലോ. വായിച്ചു. എന്നിട്ട്? വെളുത്തുടുപ്പിൽ ഒളിച്ചിരിക്കുന്ന കള്ളൻ. എന്റെ അമ്മ എനിക്ക് കത്തയച്ചിരിക്കുന്നു. ഇല്ല, നിന്റെ അപ്പനും അമ്മയൊക്കെ ഞാനാടാ. ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക്. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ആരും അച്ഛനാവുന്നില്ല. പ്രസവിച്ചത് കൊണ്ട് മാത്രം ആരും അമ്മയും ആകുന്നില്ല. ഞാൻ ആരാണ്? എവിടുന്ന് വന്നു? എങ്ങനെ വന്നു എന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അതറിയാനുള്ള ശക്തി നിനക്കുണ്ടോ? ഉണ്ടോ? ഫാദർ, അക്കാലത്തൊക്കെ പെരുമ്പിളയത്തുകാരുടെ മുമ്പിൽ കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കാനേ വികാരിയച്ഛന് പോലും കഴിയുമായിരുന്നുള്ളൂ. അവിടുത്തെ ഇളയ സന്തതിയായ വറീച്ചൻ സ്വന്തം ഇഷ്ടത്തിന് ഒരു ഹിന്ദു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരിക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു വഴിപഴച്ച, കുറച്ചുകൂടി പരിഷ്കരിച്ചു പറഞ്ഞാൽ ഈ കാൽഗേൾ എന്നൊക്കെ പറയാവുന്ന തരത്തിൽപ്പെട്ട ഒരു പെണ്ണ്. എല്ലാവരും എതിർത്തപ്പോ ആ ബാധ്യത ഞാൻ ഏറ്റെടുത്തു. സഭാ നിയമങ്ങൾ മറന്ന് ഞാൻ ആ വിവാഹം രജിസ്റ്ററാക്കിച്ചു. ഇടവകക്കാരെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. അരമന എനിക്കെതിരെ നടപടിയെടുത്തു. അപ്പോഴൊക്കെ പിതാവിനോട് എനിക്ക് പറയാനുണ്ടായിരുന്ന സമാധാനം ഞാനൊരു ജീവിതം കൊടുക്കുകയാണല്ലോ എന്നായിരുന്നു. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി കുഞ്ഞെ. സ്ത്രീക്ക് സൗന്ദര്യം ഒരനുഗ്രഹമാണ്. നിന്റെ അമ്മയെപ്പോലെ ചിലർക്ക് അതൊരു ശാപവും. കുമ്പസാരക്കൂട്ടിൽ വെച്ച് നിന്റെ അപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത്ര കാമാസക്തിയുടെ അടിമയാണ് അവളെന്ന്. ഒരു മകനോട് സ്വന്തം അമ്മയെപ്പറ്റി അഭിമാനം സംരക്ഷിക്കാൻ വറീച്ചൻ കെട്ടിത്തൂങ്ങി മരിച്ചു. ആ മരണം കൊണ്ടെങ്കിലും അവൾക്കൊരു മനംമാറ്റം ഞാൻ പ്രതീക്ഷിച്ചു. അവിടെയും എനിക്ക് തെറ്റി. സമ്പാദ്യത്തിന്റെ പാണ്ഡവും പേറി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവളിറങ്ങി. അമ്മിഞ്ഞപ്പാലിന് വേണ്ടിയുള്ള നിന്റെ കരച്ചിൽ അവൾ കേട്ടില്ല. പ്രമാണിമാരായ ബന്ധുക്കൾ നിന്നെ കൈയേൽക്കാൻ മടിച്ചു നിന്നു. കഴുത്തുറയ്ക്കാത്ത നിന്നെയും കൊണ്ട് അന്ന് ഈ അനാഥാലയത്തിന്റെ പടികൾ കയറിയതാണ് ഞാൻ. ഫാദർ, മോനെ, ഇന്ന് നിനക്ക് തിരിച്ചറിവായി. ആ അമ്മയെ തേടി പോകാം, അല്ലെങ്കിൽ നിന്റേതായ വഴി തിരഞ്ഞെടുക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പോയി. കൽക്കട്ട കിടത്തോ മറ്റോ. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാനവിടെ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. ചേരികളിൽ കറങ്ങി. തിരക്കൂത്തുകാരുമായിട്ട് കൂടി. പണ്ടെങ്ങോ അച്ഛൻ സമ്മാനിച്ച ക്ലാർനെറ്റും അതിൽ പഠിപ്പിച്ച മ്യൂസിക്കും വിശക്കുമ്പോൾ വയറ് നിറയ്ക്കാൻ നാണയങ്ങൾ ഉണ്ടാക്കി തന്നു. ഇത്രയൊക്കെ പറയാനിപ്പോ എന്താ ഉണ്ടായേ? റെസ്റ്റ്ലെസ് ആവുമ്പോൾ ഞാൻ അങ്ങനെയാ. കുറെ കാലമായൊന്നും ചിന്തിക്കാറില്ല. ഇവിടെ വന്നപ്പോൾ പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ആയപ്പോൾ. മാത്തൂട്ടി വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ചിറങ്ങാം. മാഷിന്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്.